മലയാളി ദമ്പതികളും സുഹൃത്തും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യ തന്നെ എന്ന നിഗമനത്തിൽ പോലീസ്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ അരുണാചൽ പ്രദേശിലെത്തി. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘവും അരുണാചലിൽ ഉടനെത്തും. സംഭവത്തിന്റെ ഞെട്ടലിലാണ് കുടുംബവും നാട്ടുകാരും. നവീനും ദേവിക്കുമൊപ്പം ആര്യ എങ്ങനെ ഉൾപ്പെട്ടുവെന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആര്യയെയും ഇവർ കുടുക്കിയതാണെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള കുട്ടിയെക്കുറിച്ച് വേറൊരു ബാക്ക് ഒരു ഇല്ല. വളരെ നല്ല സ്വഭാവവും വളരെ ഈശ്വര ഭക്തിയും അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷേ ആരെങ്കിലും ട്രാപ്പിൽ വീണതാണോ ഒന്നും നമുക്കറിയില്ല. അതിനിപ്പോൾ അത് നല്ല അടുപ്പായിരുന്നു. കാരണം ഒരേ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അവരാണ് അടുത്ത ഫ്രണ്ടായിട്ടുള്ളത്. ആ കുട്ടി അവരോട് വരാറുണ്ട്, അങ്ങോട്ട് ബന്ധപ്പെടാറുണ്ട് ഒക്കെ ഉണ്ട്. അല്ല അത് കൂടുതൽ നമുക്ക് പറഞ്ഞൂടെ. ഇപ്പോൾ കുട്ടികളെ കാര്യമില്ല, അവരെ പെൺകുട്ടികൾ ഫോൺ ചെയ്യണമൊക്കെ നമ്മൾ അത് വേറെ പുരുഷനായിട്ടാണ് ബന്ധമെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. ഇത് അങ്ങനെയല്ല, ഒരു കൂടെ ഉള്ളൊരു സ്റ്റാഫിൻ്റെ കൂടെ. അപ്പോൾ അത് ശരി, ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ വീട്ടുകാരും അതിനകത്ത് വേറെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു, അങ്ങനെ ഇതായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ അയക്കത്തില്ല. അവർ ഫ്രീ ആയിട്ട് ഒരു കോട്ടയത്തോടെ പോയ സമയത്തായിരുന്നു ആ കുട്ടി പോയത്. അപ്പം പ്രീ പ്ലാനിൻ്റെ മറ്റവർ ചെയ്തതായിരിക്കാം എന്നാണ് നമ്മുടെ വിഷയം. വളരെ ഞാൻ പറഞ്ഞില്ലേ, നല്ല സ്വഭാവവും ഒന്നുമില്ല. ആ കുട്ടി വളരെ ഇതാണ്, അടുപ്പമാണ്. ഏത് കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ പോവും, വളരെ കാര്യങ്ങളെല്ലാം ചെയ്യും, എല്ലാവരുടെയും വളരെ ഒബീഡിയൻ്റാണ് ആ കുട്ടി ബിഹേവ് ചെയ്യുന്നത്. അതിപ്പോൾ ഓരോരുത്തർ അത് ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? രാത്രി ബെഡ്റൂമിൽ കയറി ഇന്റർനെറ്റ് ഉപയോഗിച്ചത് നമുക്കറിയാൻ പറ്റും. വിവാഹത്തിന്റെ താല്പര്യത്തിനും എല്ലാ കാര്യത്തിനും സാരി എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം കുട്ടി സജീവമായിട്ട് നിൽക്കുകയും അതിൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നെ കാര്യങ്ങൾ ഇവിടെ വീട്ടുകാർ ചെയ്തു കൊടുത്ത് ഒരു തടസ്സവും ഇല്ല. അവർക്ക് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആയിരിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ ഊഹിക്കുന്നു. അത് അറിഞ്ഞുകൂടാ. അതിപ്പോൾ നിങ്ങൾ ഈ പത്രത്തിൽ കണ്ടതും ന്യൂസ് ചാനലിൽ കേട്ടതുമൊക്കെ നമുക്ക് അറിയാവും. തീർച്ചയായിട്ടും വിശദമായിട്ട് അന്വേഷിച്ച് എന്താണെന്ന് സത്യാവസ്ഥ കണ്ടുപിടിക്കില്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളരെ നിരപരാധിയായ ഒരു കുട്ടി, വളരെ കൂളായിട്ട് നടക്കുന്ന, ആരോടും ഒരു വിദ്വേഷവും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് വാസത്തിൽ ഇത് വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണിത്. അത് അന്വേഷിക്കേണ്ട ചുമതലയാണ്. ഇതിനിടെ നവീന്റെ കാർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും പോലീസ് കണ്ടെത്തി. സ്പോട്ട് ലൈവ് പരിശോധിക്കുന്ന വിഷയം ഇതാണ്. ഈ ബ്ലാക്ക് മാജിക് അടക്കമുള്ള ഇടപാടുകളിലേക്ക് ഈ കുടുംബം, നവീനും ഭാര്യയും എത്തിയത് എങ്ങനെയാണ്? ഈ ദമ്പതികളും ആര്യയും തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത്? മരണത്തിന് മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. വി അരുണും പ്രദീപ് സി നെടുമണും ചേരുന്നുണ്ട്. ആദ്യം വി അരുണിലേക്ക് പോവുകയാണ്. അരുൺ, ഈ മരണവുമായി ബന്ധപ്പെട്ട്, ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ആത്മഹത്യയാണെന്ന്. പക്ഷെ അതിലേക്ക് എത്തിയ കാരണം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. ബ്ലാക്ക് മാജിക് ആണ് ഇതിന് പിന്നിൽ, ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണത്തിന് പിന്നിലെന്ന് പോലീസിന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതോടൊപ്പം ഇവർ തമ്മിലുള്ള ഈ സൗഹൃദം അത് എങ്ങനെയാണ് ഉണ്ടായത്? അവർ പ്രവർത്തിച്ചിരുന്ന പുനർജനി എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണോ ഇവർ അടുക്കുന്നത്? അടിമുടി ദുരൂഹത ഇപ്പോഴും ഇതിൽ അവശേഷിക്കുന്നതിന് പറയേണ്ടി വരും. കാരണം ഈ ഇത്തരം ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ ആ രീതിയിലുള്ള വിദ്യാഭ്യാസമുള്ള ആൾ, ഇത്രയധികം വിദ്യാഭ്യാസമുള്ള രണ്ടുപേരും ആയുർവേദ ഡോക്ടർമാരായിരുന്നു. അവർക്കൊപ്പം പോയ ആര്യ എന്ന കുട്ടി അധ്യാപികയായിരുന്നു. അത്തരത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ള, സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള രണ്ട് കുടുംബങ്ങളിലെ ആളുകളാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ആത്മഹത്യാ നിഗമനം തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നു. കാരണം കേരള പോലീസിന്റെ അന്വേഷണ സംഘം അവിടെ വൈകുന്നേരത്തോടുകൂടി എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോഹട്ടിയിൽ അവർ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് അരുണാചൽ പ്രദേശ് ഇറ്റാനഗറിലേക്ക് വൈകുന്നേരത്തോടുകൂടി എത്തും. നിലവിൽ പോലീസിനുള്ള വിവരം, കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച ചില സൂചനകൾ, അതുപോലെ ഈ ഇറ്റാനഗർ അരുണാചൽ പ്രദേശിലെ പോലീസ് നൽകുന്ന അവിടുത്തെ SP മറ്റും നൽകിയ ചില വിവരങ്ങൾ മാത്രം. കാരണം ഇവരുടെ മൊബൈൽ ഫോണും മറ്റും അവിടെ പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. അവിടെ ഇവർ കൂടുതലും സെർച്ച് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണെന്ന ഒരു കണ്ടെത്തൽ ഇറ്റാനഗർ പോലീസ്, ഇവിടുത്തെ പോലീസിനെ അറിയിച്ചിട്ട് കുടുംബാംഗങ്ങൾക്കും ചിലർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവർ പ്രത്യേകിച്ച് നവീൻ അത്തരം കാര്യങ്ങളിൽ ആകൃഷ്ടനായ ആളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അന്തർമുഖനായിരുന്നു. പലപ്പോഴും വാതിലടച്ച വീടിനുള്ളിലിരിക്കുന്ന ആളാണ്. ഇത്തരം കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നവീൻ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന ഒരു വിലയിരുത്തൽ പോലീസിനുണ്ടായി. അപ്പുറത്തേക്ക് കാര്യമായ തെളിവുകൾ ഈ ഘട്ടം വരെയും പോലീസ് ലഭിച്ചിട്ടില്ല. ഇവർ നവീനും അതുപോലെ ആര്യയും
നവീനും ദേവികയും വിമാനത്താവളത്തിലേക്ക് പോകാൻ ഉപയോഗിച്ച കാർ ആര്യ തന്നെയാണ് പോയതെന്നാണ് പോലീസ് കരുതുന്നത്. ആ കാറ് ആഭ്യന്തര ടെർമിനലിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ചില രേഖകൾ, അതായത് ഇവരുടെ ചില റെസിപ്റ്റുകൾ, ഇവർ ചില കടകളിൽ പോയതിൻ്റെ മറ്റും റെസിപ്റ്റുകൾ, ഈ ജോലി ചെയ്തിരുന്ന ആര്യയും അതുപോലെ ദേവിക ജോലി ചെയ്യുന്ന സ്വകാര്യ സ്കൂളിലെ ചില ഫയലുകളൊക്കെ പോലീസ് ലഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പരിശോധന കടക്കുന്നു. ഇവരുടെ വീടുകളിൽ ഇതുവരെയും പോലീസ് പരിശോധന നടത്തിയിട്ടില്ല. കാരണം വീട്ടുകാർ അത്തരമൊരു കാര്യം തിരിച്ചറിഞ്ഞ്, അതായത് ഈ നവീൻ്റെ കുടുംബത്തിൽ അതുപോലെ ദേവികയുടെ കുടുംബത്തിലും മാത്രമാണ് മരണം വീട്ടുകാർ അറിഞ്ഞിട്ടുള്ളത്. ആര്യയുടെ അമ്മയൊന്നും ഇതുവരെയും മകൾ മരിച്ചവരെ അവരെ 26 മുതൽ കാണാനില്ല എന്ന കാര്യം മാത്രമേ അവർക്കറിയാവൂ. പോലീസ് പരാതികൾ നൽകിയിരുന്നതും ആ ഒരു അന്വേഷണമാണ് ഇവരിലേക്ക് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നത്. ഏതായാലും കൂടുതൽ പരിശോധന, അന്വേഷണം വിശദമായി തന്നെ നടത്തേണ്ടതുണ്ട്. കേരള പോലീസ് സംഘം അവിടെ നടത്തുന്ന തെളിവെടുപ്പ്, ആര്യയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ശ്രദ്ധിച്ചു നോക്കിയാൽ അവർ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ആര്യയെ ദമ്പതികൾ നവീനും ദേവിയും കുടുക്കിയതാണെന്ന് പറയുന്നു. ഇവർ എങ്ങനെയാണ് സൗഹൃദത്തിലായത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഇവരുടെ സൗഹൃദം ആ സ്കൂളിൽ തന്നെയാണ്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപകരാണ് ഈ ആര്യയും അതുപോലെ ദേവികയും. ആര്യ റഷ്യനാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്, ജർമ്മനാണ് ദേവിക പഠിച്ചത്. ജർമ്മനിയിൽ പോയി സ്കോളർഷിപ്പോട് കൂടി ജർമ്മൻ ഭാഷ പഠിച്ച ആൾ കൂടിയാണ്, അവിടെ വിദ്യാഭ്യാസം നടത്തിയ ആൾ കൂടിയാണ് ദേവിക. ഇവർ തമ്മിൽ അത്തരം അവിടെ ജോലി ചെയ്യുമ്പോഴുള്ള സൗഹൃദമാണ്. ആ സൗഹൃദം ഇരു വീട്ടുകാർക്കും അറിയാൻ പറ്റും. കാരണം ഇവരുടെ വീടുകൾ തമ്മിലും 3 കിലോമീറ്ററിനുള്ളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടുപേരും വട്ടിയൂർക്കാവിന് സമീപത്ത് താമസിക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ ഇവർ തമ്മിൽ അഗാധമായ അടുപ്പമുണ്ട് എന്നുള്ള വീട്ടുകാർക്കറിയാം. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഇവർ ഈ ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടുന്ന ആളുകളാണോ? പ്രത്യേകിച്ചും ആര്യയുടെ കുടുംബ പശ്ചാത്തലം വളരെ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള കുടുംബമാണ്. ഒരു കൂട്ടുകുടുംബ സംവിധാനത്തിൽ ഒരു വീട് ആ പ്രദേശത്ത് ആകെ അവരുടെ ബന്ധുക്കൾ താമസിക്കുന്ന വീടുകൾ അടുത്തടുത്തുള്ളത്. അവരിൽ എല്ലാവരുമായി നല്ല അടുപ്പം പുലർത്തിയിരുന്ന ഒരു പെൺകുട്ടിയാണ്. നാട്ടുകാരുമായി അത്ര അധികം അടുപ്പമില്ലെങ്കിൽ പോലും ആ കുടുംബാംഗങ്ങൾക്കുള്ളിൽ നല്ല അടുപ്പം പുലർത്തിയിരുന്ന പെൺകുട്ടിയാണ് ആര്യ. അവർ ദൈവവിശ്വാസിയാണെന്ന് വീട്ടുകാർ പറയുന്നു. അമ്പലത്തിൽ സ്ഥിരമായി പോകുന്ന ആളാണ്. അടുത്ത മാസം അവരുടെ വിവാഹം നടക്കാനിരുന്നതാണ്. അതിലും ഒരു തരത്തിലുള്ള എതിർപ്പും ആര്യ പ്രകടിപ്പിച്ചിരുന്നില്ല. വിവാഹ സാരി എടുക്കാൻ പോലും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷത്തോടെ പോയി എന്നൊക്കെയാണ് നമ്മുടെ ആര്യയുടെ അടുത്ത ബന്ധു തന്നെ നമ്മോട് ഇന്ന് രാവിലെ പറഞ്ഞത്. അത്തരത്തിൽ അവർക്കിതൊരു അത്ഭുതമായാണ് തോന്നുന്നത്. ഈ ഒരു അടുപ്പം ഈ നവീനും കുടുംബവുമായി ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ള പ്രാക്ടീസുകൾ എങ്ങനെ ഈ പെൺകുട്ടി അതിലേക്ക് എത്തിയെന്ന കാര്യമൊക്കെ വീട്ടുകാർക്ക് തികച്ചും അത്ഭുതമാണ് ഉണ്ടാക്കുന്നത്. അവർ അത്തരം കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടില്ല. കാരണം സ്വാഭാവികമായും അത്തരം വിശ്വാസങ്ങളുടെ ഭാഗമാണെങ്കിൽ ഇവരുടെ അമ്പലത്തിനും മറ്റും പോകുമായിരുന്ന ചോദ്യം കൂടി വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിലാണ് അവർക്കേറെ ദുരൂഹതയുള്ളത്. എന്തുകൊണ്ടാണ് ഇവർക്കൊപ്പം ദമ്പതിമാർക്കൊപ്പം ഇവർ ഈ സ്ഥലം തന്നെ പോകാൻ തിരഞ്ഞെടുത്തത്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് 1 വർഷം മുമ്പ് നവീനും ദേവികയും ഇതേ സ്ഥലത്ത് പോയിരുന്നു എന്നൊരു വിവരം കൂടി പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം കൂടിയതിനോട് ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. എന്നാൽ ആര്യ അവിടെ അവർക്കൊപ്പം പോയിരുന്നില്ല. ഇതും ഒരു കൺവെൻഷൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞ് വീട്ടുകാരുടെ അറിവോടുകൂടിയാണ് ദമ്പതികൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ നിന്ന് ഗോഹട്ടിയിലേക്ക് പോകുന്നത്. പക്ഷേ ആര്യ അങ്ങനെയല്ല പോയത്. ആര്യ വീട്ടുകാരുടെ സ്കൂളിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷേ സ്കൂളിൽ പോയ ശേഷം അവിടെ നിന്ന് 10 ദിവസത്തെ മറ്റോ ലീവ് ആവശ്യപ്പെട്ട ശേഷം ഇവർക്കൊപ്പം മുങ്ങുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും പോലീസ് അങ്ങനെ ഒരു മാൻ മിസ്സിംഗ് കേസാണ് ആദ്യം അന്വേഷിച്ചത്. ഫോൺ കോൾ, അവസാനം വിളിച്ച ഫോൺ കോളും മറ്റും പരിശോധിക്കുമ്പോഴാണ് നവീൻ്റെയും അതുപോലെ ദേവികയുടെയും ഒക്കെ ഫോണിലേക്കാണ് വിളിച്ചത്. അങ്ങനെ ആ ബന്ധം അന്വേഷിച്ചാണ് പോലീസ് ഇവർക്കൊപ്പമാണ് ഗോഹട്ടിയിലേക്ക് ആര്യയും പോയ നിഗമനത്തിലെത്തിയത്. പിന്നീടാണ് ഈ മരണമൊക്കെ പോലീസ് അറിയുന്നത്. ഈ കുടുംബാംഗങ്ങളെയാണ്, ബാലമാധവ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയാണ് ഇറ്റനഗർ പോലീസ് SP ആദ്യ വിവരം വിളിച്ചറിയിക്കുന്നത്. കേരള പോലീസ് ഇനിയും കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. അവർ അവിടെ എത്തിയ ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കൂ. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാത്രിയോ നാളെയോ കേരളത്തിലേക്ക് ഈ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. സംസ്കാര ചടങ്ങുകളും മറ്റും പൂർത്തിയാക്കിയ ശേഷമാകും പോലീസിന്റെ അന്വേഷണം കുറച്ചുകൂടി കാര്യമായി നടക്കുക. കാരണം വീട്ടുകാരെ ഇപ്പോൾ തന്നെ അഭിമുഖീകരിക്കാൻ പോലീസിന് ചില ഒരു കാര്യം കൂടി അറിയേണ്ടത്, നിലവിലെ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം അരുണാചലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ അരുണാചൽ പ്രദേശിലെത്തും. ഏത് പോലീസിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല? കാരണം ആര്യയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ നവീനും ദേവിയും കോട്ടയം മീനടം സ്വദേശികളാണ്. ഇത് കോട്ടയം പോലീസായിരിക്കുമോ തിരുവനന്തപുരം പോലീസായിരിക്കുമോ ഇവരുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അന്വേഷിക്കുക?
ആര്യയുടെ മിസ്സിംഗ്, ആര്യയെ കാണാതായ വിഷയത്തിൽ വട്ടിയൂർക്കാവ് പോലീസാണ് എഫ്ഐആർ ചാർജ് ചെയ്തത്. ആ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. അതിനുശേഷമാണ് ആര്യയുടെ മൃതദേഹം ഉൾപ്പെടെ അവിടെ നിന്ന് ലഭിക്കുന്നു. മരണം സംഭവിച്ച വിവരം പോലീസ്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് പോലീസിൽ നിന്നുള്ള സബ് ഇൻസ്പെക്ടറും എസ് ഐയും മറ്റുദ്യോഗസ്ഥരുമാണ് അവിടേക്ക് പോയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അവർ തന്നെയാണ് അന്വേഷണം. സ്വാഭാവികമായും അവരുടെ നവീന്റെ കുടുംബം പാമ്പാടിയിലുള്ള മീനടം ഉള്ളതാണ്, കോട്ടയത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പോലീസും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവിടെയുള്ള എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാകും അന്വേഷണം. ആര്യയുടെ മാൻ മിസ്സിംഗ് ആകും ആദ്യം അന്വേഷിക്കുക. ഇറ്റാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് അവിടെ കേസെടുത്തിട്ടുണ്ട്. അതും ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകും. ഇപ്പോൾ ഇവിടെ നിന്ന് വട്ടിയൂർക്കാവ് പോലീസ് ഉദ്യോഗസ്ഥരാണ് അവിടേക്ക് പോയത്. വൈകുന്നേരത്തോടുകൂടി അവർ അവിടെ എത്തും. അതിനു മുമ്പ് തന്നെ രണ്ട് കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ, ആര്യയുടെ നവീന്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ദേവികയുടെ കുടുംബാംഗങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റും മറ്റും അവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവിടുത്തെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരൊക്കെ ഈ കുടുംബത്തിന് സഹായവുമായി അവിടെ എത്തിയിട്ടുണ്ട്. ഇവർ താമസിക്കുന്ന ഹോട്ടലിൽ നടക്കം ആളുകളുടെ മൊഴി പോലീസ് ശേഖരിക്കും. നിലവിൽ അവിടുത്തെ അന്വേഷണ സംഘം അത് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ കേരള പോലീസും അത്തരം അന്വേഷണത്തിന്റെ ഭാഗമായി അവരുടെ മൊഴിയെടുക്കുകയും CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഈ പ്രദേശം തെരഞ്ഞെടുത്തു എന്നതിനും ചില സംശയങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. വിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത്? മ്യാൻമാറിന്റെ അതിർത്തി പ്രദേശമെന്നാണ് അറിയാൻ തീർച്ചയായും വ്യക്തമാണ്. ഇപ്പോഴുമുണ്ട്. എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ അരുണാചൽ പ്രദേശിലേക്ക് പോയത്? ഇവർ മൂന്നുപേരും എങ്ങനെയാണ് അടുത്തത്? ഇതിന് പിന്നില് ഇവരെ ഈ ബ്ലാക്ക് മാജിക്കിലേക്ക് അടുപ്പിച്ചതിന് പിന്നില് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. പോലീസ് വിശദമായി കേസ് അന്വേഷിക്കുന്നുണ്ട്. പ്രദീപ് സി നെടുമൺ കൂടി ചേരുന്നുണ്ട്. പ്രദീപ് സി നെടുമൺ, താങ്കൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തരം ബ്ലാക്ക് മാജിക്, അതുപോലെ ദുർമന്ത്രവാദം, ഈ വിഷയത്തിൽ വിശദമായ ഒരു പരിശോധനകൾ നടത്തിയിട്ടുള്ള, അന്വേഷണം നടത്തിയിട്ടുള്ള, നിരവധി അന്വേഷണ പരമ്പരകൾ ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, നമുക്ക് പലപ്പോഴും ഇത്തരം നരബലി, അതുപോലെ ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ മലയാളികൾ ആശ്ചര്യത്തോടെ ചോദിക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ, ഇത് വിശ്വസനീയമാണോ എന്ന്. നമുക്ക് ഈ മൂവർ സംഘത്തിൻ്റെ, ദമ്പതികളുടെ അവരുടെ സുഹൃത്തിൻ്റെയും മരണം പരിശോധിക്കുമ്പോഴും ഈ വാർത്ത പുറത്തു വന്നപ്പോഴും ബ്ലാക്ക് മാജിക്കാണ് ഇതിന് പിന്നിലെന്ന് പോലീസിൻ്റെ സംശയമുണ്ട്. ഇത് എങ്ങനെയാണ് ഇവർ ഇതിലേക്ക്, പ്രത്യേകിച്ച് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ളവർ, ആയുർവേദ ഡോക്ടർമാർ, അധ്യാപകർ, ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഒരു കെണിയിൽ ചെന്ന് പെടുന്നത്? അത്രയും ഒരു അന്ധവിശ്വാസം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, അതായത് 2024 ഇങ്ങനെ അന്ധവിശ്വാസത്തിന് അടിമകളായ ഒരു തലമുറ, ഒരു പ്രത്യേകിച്ച് ഒരു യുവതലമുറ ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർത്തകളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം സംഘങ്ങൾ ഏതാണ്ട് 25 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ സജീവമായിരുന്നു എന്ന വിവരം ഉണ്ടായിരുന്നു. പലതവണ പോലീസ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. നന്ദൻകോട് കൊലപാതകത്തോടെയാണ് കൂടുതലായി പോലീസിൻ്റെ ശ്രദ്ധ ഇക്കാര്യങ്ങളിലേക്ക് വന്നത്. ഏതാനും വർഷം മുമ്പ് തൃക്കാക്കരയിൽ ഈ സാത്താൻ സേവ നടത്തുന്ന ആളുകൾ ഒരു രഹസ്യ യോഗം സംഘടിപ്പിച്ചിരുന്നു. അതിലേക്ക് കേരള പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. പക്ഷേ പിന്നീട് കേസുകളും മറ്റും ഉണ്ടായില്ല. ആ സംഭവം അങ്ങനെ കെട്ടടങ്ങുകയായിരുന്നു. ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു സംഭവം ആലപ്പുഴയിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നും തിരുവോസ്തി മോഷ്ടിക്കപ്പെട്ട സംഭവം. അന്നേരമാണ് ഇത്തരം സംഘങ്ങൾ കേരളത്തിൽ വീണ്ടും സജീവമാണെന്ന ചർച്ചകൾ ഉയർന്നു വന്നത്. പള്ളിയിലെ തിരുവോസ്തി ഉപയോഗിച്ച് അവർ സ്ത്രീകളുടെ ആർത്തവരക്തം തിരുവോസ്തിയിൽ മുക്കി അത് അശുദ്ധമാക്കുന്ന ചില വിശ്വാസങ്ങൾ, അത് സാത്താൻ സേവയുടെ ഭാഗമാണ്. നമുക്കറിയാം, ഇത് സാത്താൻ സേവ എന്നതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ മുതലെടുത്തുള്ള, ആളുകളുടെ വിശ്വാസം മുതലെടുത്തുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ചില ഭാഗമാണ് ഇത്തരം ഗ്രൂപ്പുകൾ സജീവമായിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളുടെ ചുവട് പിടിച്ചാണ് സാത്താൻ സേവ സംഘങ്ങൾ, ആൻറ്റി ക്രൈസ്റ്റ് ഗ്രൂപ്പുകൾ കേരളത്തിലും മറ്റും ആദ്യം പ്രവർത്തനം തുടങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായി, സമീപകാലത്ത് ഈ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വ്യാപകമായതോടെ ഇത്തരം നിരവധി ഗ്രൂപ്പുകൾ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരം ഗ്രൂപ്പുകൾ പലപ്പോഴും ഈ അഭ്യസ്തവിദ്യരെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചൂഷണം ചെയ്യുന്നത്. അതായത് ഇവർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവവിശ്വാസം അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ഉള്ളപ്പോൾ നെഗറ്റീവ് എനർജിയുമുണ്ട്, അതുപോലെ ദൈവം ഉണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട്, സാത്താനുമുണ്ട്. അങ്ങനൊരു വിശ്വാസം വിശ്വാസികളിൽ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഭൗതിക ജീവിതത്തിൽ കൂടുതൽ സുഖസൗകര്യങ്ങളും മറ്റും ലഭിക്കാൻ ഏറ്റവും അധികം നിങ്ങളെ സഹായിക്കുക സാത്താൻ സേവയിലൂടെയാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇത്തരത്തിൽ പുതിയ തലമുറ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഇവിടെയൊക്കെ നടക്കുന്നത് ലഹരി മാഫിയയുടെ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതമുള്ളവരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു
മറപിടിക്കൽ മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. പലരും അറിയാതെയാണ് ഇതിലേക്ക് എത്തപ്പെടുന്നത്. നമുക്കറിയാം, ബംഗളൂരുവിൽ നിന്നും മറ്റും പഠിക്കാൻ പോയ പല കുട്ടികളും അവർ തിരിച്ചെത്തുമ്പോൾ ഇത്തരം ആരാധന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ ലഹരി മാഫിയയുടെ പിണിയാളുകളാണ് എന്നതാണ് പറയേണ്ട കാര്യം. ഇതുപോലെ സംഭവം കോട്ടയത്തും സമാന രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കത്തോലിക്ക സഭയിൽ ഒരു പുരോഹിതൻ തന്നെ മുമ്പൊരിക്കൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന് വ്യക്തമായതിനെ തുടർന്ന് സഭ അയാളെ വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കുന്ന സംഭവം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാനാകുന്നില്ല. ഇത്തരം വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ആളുകളുടെയും പോലീസിന്റെയും ഒക്കെ ശ്രദ്ധ ഇത്തരം ഗ്രൂപ്പുകളിലേക്ക് വരുന്നത് എന്നതാണ് വാസ്തവം. അതായത് തീർച്ചയായും ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആഴങ്ങൾ പരിശോധിക്കുന്നത്. പക്ഷേ അറിയേണ്ടത് പ്രദീപ് സി നെടുമൺ, ഇതിൻ്റെ ഒരു സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. തിരുവനന്തപുരത്തെ ഈ കേസ് എടുത്തു നോക്കിയാൽ, അതായത് ഈ 3 പേരുടെ ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണത്തെക്കുറിച്ച് പരിശോധിച്ചാൽ അവിടെ പുനർജനി എന്ന ഒരു സംഘടനയെക്കുറിച്ച് പോലീസ് പ്രതിപാദിക്കുന്നുണ്ട്. ഈ സംഘടന ഈ രീതിയിൽ ഈ ബ്ലാക്ക് മാജിക്കിനെയും, അതായത് ദുർമന്ത്രവാദത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? ഇന്നലെ ഈ സംഭവം ഉണ്ടായ ശേഷമാണ് പുനർജനി എന്ന ഈ സംഘടനയെക്കുറിച്ച് ആളുകൾ പറയുന്നത്. കോട്ടയത്ത് ഈ മരിച്ച നവീൻ്റെ അയൽവാസികളായ ചിലരും മറ്റും ഇവർ ഈ സംഘടനയിൽ അംഗങ്ങളാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇവർ പ്രത്യേക ജീവിതചര്യ പിന്തുടരുന്ന ആളുകളായിരുന്നു ഈ ദമ്പതിമാർ. അതുകൊണ്ട് തന്നെ അത്തരമൊരു സംശയം ആളുകൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. പോലീസും ഈ സംഘടനയെക്കുറിച്ച് അന്വേഷിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണോ എന്ന് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. ഈ 3 പേരും, ഈ മരിച്ച ആര്യ അടക്കം 3 പേരും പുനർജനി എന്ന സംഘടനയിൽ അംഗങ്ങളായിരുന്നു എന്നാണ് വിവരം. ഈ സംഘടനയെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചു വരുന്നുണ്ട്. എന്തായാലും നവീനും ദേവിയും വ്യത്യസ്തമായ ചില രീതികൾ പിന്തുടർന്നിരുന്നു. സമൂഹത്തോട് അകന്നു നിൽക്കാനുള്ള, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കാനുള്ള ചില പ്രവണത അവർ കാണിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തന്നെയല്ല, ഇവരുടെ മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിലും മറ്റും വിചിത്രമായ ചില കാര്യങ്ങൾ, ഞങ്ങൾ എത്തേണ്ടിടത്തേക്ക് പോകുന്നു എന്ന രീതിയിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന തരത്തിൽ അത്തരത്തിലാണ് അന്വേഷണവും. ഇവർ ഏറ്റവും അധികം ഗൂഗിളിലും മറ്റും തിരഞ്ഞിരുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെയാണ്. ഈ 3 പേരും അത്തരത്തിലുള്ള തെരച്ചിലുകൾ ഇന്റർനെറ്റിൽ നടത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, ഇത്തരം ചിത്രങ്ങളും മറ്റും വാട്സപ്പിലും മറ്റും ഇവർ പരസ്പരം ഷെയർ ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങളിലേക്ക് പോലീസ് അന്വേഷണം എത്തുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റു ചില ഗ്രൂപ്പുകളിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെ വർഷങ്ങളായി ഈ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ ഇവർ വളരെ ഗോപ്യമായാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായാലും മറ്റും അത് ലഹരിക്കടിമകളായ യുവാക്കളാണ് ഇവരിൽ ഏറെ പേരും. അതുകൊണ്ട് തന്നെ ഇത്തരം മരണങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറുകയാണ് പതിവ്. വളരെ വിപുലമായ രീതിയിലുള്ള അന്വേഷണമൊന്നും ഇത്തരം സംഘങ്ങളിലേക്ക് എത്തിയിട്ടില്ല. അതുതന്നെയാണ് ഇവർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരുന്നത്. ടോം, പ്രദീപ്, നമുക്കറിയാം ഈ സമീപകാലത്താണ് നന്ദൻകോട്ടെ കൂട്ടക്കൊലപാതകം. ആസ്റ്റർ പ്രൊജക്ഷന്റെ പേരിൽ കേഡൽ ജീൻസൺ രാജ ഉറ്റവരെ, മാതാപിതാക്കളെയും സഹോദരിയും അടക്കം കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ ഞെട്ടലോടെ കേട്ടത്. പിന്നീട് ഇലന്തൂർ നരബലി, അങ്ങനെ നിരവധി സംഭവങ്ങൾ, പ്രദീപ് സൂചിപ്പിച്ചതുപോലുള്ള പല കേസുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഇവിടെയൊന്നും ഇത്തരം സംഘടനകളിലേക്ക് അന്വേഷണം നീങ്ങിയില്ല. ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിൽ പോലീസ് പോലും എഴുതിത്തള്ളി. ആ രീതിയിൽ ഒരു പുകമറ മാത്രം സൃഷ്ടിക്കാനാണ് നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞത്. അതിനപ്പുറം ഈ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനകളിലേക്ക്, അതല്ലെങ്കിൽ ഈ സാത്താൻ സേവാ പ്രവർത്തകരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നുണ്ടോ? ഇവരെ ഏതെങ്കിലും രീതിയിൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരോധിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുമോ? അത്തരം നിരവധി പരിമിതികൾ ഇക്കാര്യത്തിൽ ഉണ്ട്. ടോം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അന്ധവിശ്വാസ നിരോധന നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സജീവമായിരുന്നതാണ്. അതിൻ്റെ കരട് തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ നിയമം എങ്ങും എത്താതെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കാരണം ഇതിൽ വലിയ ഒരു പ്രശ്നം, ഈ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ, അത് എങ്ങനെ നിർവചിക്കും എന്നുള്ള വിഷയങ്ങൾ, വ്യവസ്ഥാപിതമായ ആൾദൈവങ്ങളുടെ കേന്ദ്രങ്ങൾ, ഇത്തരം കേന്ദ്രങ്ങളൊക്കെ നടക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ, ഇതിലേക്കൊക്കെ എത്തുക എന്നത് നിയമ സംവിധാനത്തെ അവർക്ക് വളരെ അതിൽ പരിമിതികളുണ്ട്. പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാകാം അത്തരമൊരു നിയമം ഒരിക്കലും പ്രാബല്യത്തിൽ വരാത്തത്. അതേസമയം മഹാരാഷ്ട്രയിൽ ഇത്തരമൊരു നിയമം നിലവിലുണ്ട്. മഹാരാഷ്ട്രയിൽ വളരെ ശക്തമായ രീതിയിൽ ഇത്തരമൊരു നിയമം മുമ്പോട്ട് പോകുന്നുമുണ്ട്.
ഒരു പരിധിവരെയൊക്കെ സർക്കാരിന് വേണമെങ്കിൽ അത്തരമൊരു നിയമനിർമ്മാണം കൃത്യമായി നടപ്പാക്കിയാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കൂടിയാണ് യുവാക്കളെ ഏറ്റവും അധികം അവരുടെ വലയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ്. അതിന് സൈബർ സെല്ലും മറ്റും കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തേണ്ടതുണ്ട്. കാരണം ഇത് ആരാണ് ഇതിന് പിന്നിലെന്നത് ഇപ്പോഴും വ്യക്തമല്ല. എടുത്തു പറയേണ്ട കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ലോഡ്ജ് എന്ന സംഘടനയുടെ ചുവട് പിടിച്ചുള്ള ഒരു സംഘം പോലും കേരളത്തിൽ സമീപകാലത്ത് പ്രവർത്തിക്കുന്ന ഇവർ ലഭിച്ചിരുന്നു. വലിയ ധനികരായ ആളുകളും മറ്റുമാണ് ഇത്തരത്തിലുള്ള ആ സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ലഹരി ഉപയോഗത്തിനും ലൈംഗിക വൈകൃതങ്ങൾക്കുമുള്ള ഒരു ഇടമായി ആണ് മാറുന്നത് പലപ്പോഴും. അത്തരം കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ട് തന്നെ, അത്ര നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും നിയമ സംവിധാനങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മറയിടാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. പ്രദീപ് സി നിർമ്മണാണ് വിവരങ്ങൾ നൽകിയത്. പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, ഈ ബ്ലാക്ക് മാജിക്കിൻ്റെയും മറ്റ് നരബലിയുടെയും ആഭിചാര ക്രിയകളുടെയും എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്, അവരിലേക്ക് അന്വേഷണം എത്തേണ്ടതാണ്. കാരണം സമൂഹ മാധ്യമങ്ങളെപ്പോലും ഈ സംഘം ഉപയോഗിക്കുന്നു. നിരവധി യുവാക്കൾ ഇതിൻ്റെ അടിമകളായിട്ടുണ്ട് എന്നതാണ് ഏറെ നടുക്കമുണ്ടാക്കുന്ന കാര്യം.